ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടൈം. ഇന്ന് ദ സോങ് ഓഫ് സോങ്സ് എന്ന പാഠമാണ് പഠിക്കാനുള്ളത്. സെർട്ടൻ സ്റ്റോറീസ് ഹെൽപ്പ് us ലേൺ സം ഇമ്പോർട്ടൻറ്റ് ലെസൺ ഇൻ അവർ ലൈഫ്. ഹിയർ ഈസ് വൺ സച്ച് എ സ്റ്റോറി. റീഡ് ഓൺ. ചില കഥകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട പാഠങ്ങൾ നമ്മളെ പഠിക്കാൻ സഹായിക്കാറുണ്ട്. ഹിയർ ഈസ് വൺ സച്ച് എ സ്റ്റോറി. ഇവിടെ അത്തരത്തിലുള്ളൊരു കഥയാണ്. ദ സോങ് ഓഫ് സോങ്സ്, പാട്ടുകളുടെ പാട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നടക്കുന്നത് നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ ആ ഒരു കൊട്ടാരത്തിലാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോകാം. സ്ലോലി, ജെന്റിലി, ദ എക്സിസ്റ്റഡ് മ്യൂസിഷ്യൻ ലൈഡ് ഹിസ് തമ്പുരു ഓൺ ദ കാർപ്പറ്റ്. തമ്പുര എന്നും പറയും, തമ്പുരു എന്നൊക്കെ പറയും. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഗായകൻ, അയാൾ പാടിത്തളർന്ന് മെല്ലെ മൃദുവായി തൻ്റെ തമ്പുരു കാർപ്പറ്റിൽ പരവധാനിയിൽ വെക്കുകയാണ്. ദ എക്സ്ക്യൂസൈറ്റ് സ്ട്രെയിൻ ഓഫ് റാഗ് ദർബാരി സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദ ഹാൾ. എന്നാൽ ദർബാരി രാഗത്തിൻ്റെ വിശിഷ്ടമായ ധ്വനികൾ, ആ ശബ്ദങ്ങൾ ആ ഹാളിനങ്ങനെ പ്രകമ്പനം കൊണ്ടു. എംപറർ അക്ബർ ലുക്ക്ഡ് അപ്പ്, ഹിസ് ഐസ് ലിറ്റ് വിത്ത് അഡ്മിറേഷൻ. അക്ബർ ചക്രവർത്തി മുഖമുയർത്തി. അദ്ദേഹത്തിൻ്റെ മുഖം ആദരവ് കൊണ്ട് ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്, ആദരവ് കൊണ്ട് ദീപ്തമായിരിക്കുന്നു. വണ്ടർഫുൾ, ഹി സെഡ്. സൂപ്പർബ്, അതിശയം, അദ്ദേഹം പറഞ്ഞു. വിശിഷ്ടം. I listen to you every day, but I can't seem to have enough. ഞാൻ അങ്ങയുടെ സംഗീതം എന്നും കേൾക്കുന്നു, പക്ഷെ ഇതുവരെ മതിയായി എന്ന് തോന്നിയിട്ടില്ല. ടാൻസൻ ദ മ്യൂസിഷ്യൻ ബോവ്ഡ് ഇൻ സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ്. സംഗീതജ്ഞൻ, ആരാണ് സംഗീതജ്ഞൻ? ടാൻസൻ. അദ്ദേഹം നന്ദിപൂർവ്വം തലകുനിച്ചു. ശേഷം അക്ബർ ചക്രവർത്തി പറയാണ്, ഐ തിങ്ക് യു ഹാവ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്. അങ്ങേക്കാണ് ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ ശബ്ദമുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഐ ഡോണ്ട് ഷെഹിൻഷാ, സഡ് ടാൻസൻ വിത്ത് എ സ്മൈൽ. ഒരു പുഞ്ചിരിയോടെ ടാൻസൻ പറഞ്ഞു, പക്ഷേ എനിക്കല്ല. ദർ ഈസ് സംവൺ ഹൂ സിങ്സ് ഫാർ ബെറ്റർ ദാൻ ഐ ഡു. എന്നേക്കാൾ നന്നായി പാടുന്ന ഒരാളുണ്ട് എന്ന് നമ്മുടെ ടാൻസൻ പറഞ്ഞു. എന്നേക്കാൾ നന്നായി പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. റിയലി? ട്രൈഡ് ദ ഡിസ്ബിലീവ് ഇൻ അക്ബർ. വിശ്വസിക്കാൻ കഴിയാതെ അക്ബർ ഇങ്ങനെ ചോദിച്ചു, സത്യമാണോ? ദെൻ ഐ മസ്റ്റ് ഹാവ് ഹിം സിങ് ഇൻ മൈ കോർട്ട്. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ സദസ്സിൽ പാടണം. താങ്കൾക്കത് ഏർപ്പാടാക്കാൻ കഴിയുമോ? ടാൻസൻ shook his head. I am afraid he will not come, Sher. ടാൻസൻ ഒരു നിഷേധാത്മകമായിട്ട് ഇങ്ങനെ തലകുലുക്കി. അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹാരാജൻ. ഷെർ എന്നൊക്കെ പറഞ്ഞാൽ രാജാക്കന്മാർക്ക് ഉപയോഗിക്കുന്ന, ബഹുമാനത്തോടെ അവരെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്, പഴയ പദമാണ്. അപ്പോൾ അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല മഹാരാജൻ. വാട്ട്? Not even if he heard that the emperor himself summoned him? ഒരു ചക്രവർത്തി സ്വയം വിളിക്കുന്നു എന്ന് കേട്ടാലും വരില്ലേ? നോ, നോട്ട് ഈവൻ ദെൻ. ഇല്ല, എന്നാലും വരില്ല. ദിസ് റീപ്ലൈ വുഡ് ഹാവ് എൻറേജ്ഡ് എനി അതർ എംപറർ. ഈ മറുപടി മറ്റേതൊരു ചക്രവർത്തിയെയും ദേഷ്യം പിടിപ്പിക്കും, കുപിതനാക്കുമായിരുന്നു. ബട്ട് അക്ബർ വാസ് ഡിഫറൻറ്റ്. പക്ഷേ അക്ബർ ചക്രവർത്തി ഒരു വ്യത്യസ്തനായ ചക്രവർത്തിയായിരുന്നു. വെരി വെൽ ഉസ്താദ്ജി. ശരി ഉസ്താദ്ജി. അദ്ദേഹം പറഞ്ഞു. ഉസ്താദ്ജി എന്നൊക്കെ ഒരു സ്പെഷ്യൽ സ്കില്ല്, പ്രത്യേകിച്ച് മ്യൂസിക് സ്കില്ലുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഉസ്താദ്ജി. ഇത് പറയുമ്പം അക്ബർ വെരി വെൽ ഉസ്താദ്ജി എന്നൊക്കെ പറയുമ്പോൾ അക്ബർ ഇങ്ങനെ സ്മൈലിംഗ് ഇൻ ടു ടാൻസൻസ് ഹാഫ് സ്കാഡ് ഐസ്. അല്പം ഭയം നിഴലിച്ച ടാൻസൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞത്.
ഇഫ് ഹി ഡസൻ കം ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്. അദ്ദേഹം ഇങ്ങോട്ട് വരില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കു പോകാം. വിൽ യു ടേക്ക് മീ ടു ഹിം? താങ്കൾ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ? എന്തൊരു എളിമയുള്ള സംസാരമാണല്ലേ. അക്ബർ ചക്രവർത്തിയുടെ ഒരു രാജാവാണ് ഈ പറയുന്നത്. യെസ് സർ, പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. താങ്കളൊരു ഹിന്ദുസ്ഥാനിലെ ചക്രവർത്തി എന്ന നിലയിലല്ലാതെ വന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഐ ഷാൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ഒരു എളിയ സംഗീതപ്രേമി എന്ന നിലയിൽ ഞാൻ വരാം. രാജാവിൻ്റെ മറുപടി. അങ്ങനെ അവർ രണ്ടുപേരും ആ വലിയ പാട്ടുകാരൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സാൻഡ് ഹരിദാസ് വാസ് ദ മാൻ ടാൻസൻ ഹാഡ് സ്പോക്കൺ ഓഫ്. സാൻഡ് ഹരിദാസിനെ കുറിച്ചാണ് ടാൻസന് നേരത്തെ പറഞ്ഞത്. ഇവിടെ ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ, നല്ല പാട്ട് പാടുന്ന ഒരാളുണ്ട്, അത് സാൻഡ് ഹരിദാസ് ആണ്. ഈ ഹാഡ് ബീൻ ടാൻസൻസ് മ്യൂസിക് ടീച്ചർ. ടാൻസൻ്റെ മ്യൂസിക് ടീച്ചറാണ് അദ്ദേഹം. ആൻഡ് ഹീ ലിവ്ഡ് ദ ഓസ്റ്റൽ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. അദ്ദേഹം കഠിനമായ ഒരു ഭൗതിക വിരക്തിയിൽ സന്യാസ ജീവിതം നയിക്കുന്ന ആളാണ് അദ്ദേഹം. ഈ ഭൗതിക ജീവിതത്തോട് വിരക്തി വന്നിട്ട് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആളാണ് അദ്ദേഹം. വെൻ ടാൻസൻ ആൻഡ് ദ എംപറർ റീച്ച് ഹിസ് ഹഡ്. ഗുരു അതുപോലെ ഈ ടാൻസനും ചക്രവർത്തിയും അവരുടെ ടാൻസൻ്റെ ഗുരുവിൻ്റെ കുടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഹി വാസ് ബിസി വിത്ത് ഹിസ് ഡെയിലി ചോറസ്. അദ്ദേഹത്തിൻ്റെ ദിനകൃത്യങ്ങളുടെ തിരക്കിലായിരുന്നു. When they asked him to sing, he smiled but said firmly. അദ്ദേഹത്തോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നാൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ആം ലോങ് പാസ്റ്റ് ദ ഏജ് ഫോർ സിംഗിങ്. എനിക്ക് സംഗീതാലാപനത്തിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു. ഈവൻ ഹിസ് ഫേവറേറ്റ് പീപ്പിൾ കുഡ് നോട്ട് പെർസ്വേഡ് ഹിം ടു ചേഞ്ച് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന് പോലും ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സു മാറ്റാൻ കഴിഞ്ഞില്ല. But ടാൻസൻ knew how to get round him. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ കൈവശപ്പെടുത്താമെന്ന് ടാൻസന് അറിയാമായിരുന്നു. എങ്ങനെ വശംവദനാക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. ഗുരുവിൻ്റെ മുമ്പിൽ, ഗുരുവിൻ്റെ സമക്ഷത്തിൽ സംഗീതം ആലപിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഹി മേഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. ആലാപനത്തിനിടയിൽ മനഃപൂർവ്വം അദ്ദേഹം ഒരു തെറ്റ് വരുത്തി. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട്. ടാൻസൻ ക്രൈഡ് ഹിസ് ടീച്ചർ അമേസ്ഡ്. വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? ഇങ്ങനെ മനഃപൂർവ്വം തെറ്റ് വരുത്തിയപ്പോൾ അതിൻ്റെ ശരിയായ രാഗം അതല്ല. ടാൻസൻ ആശ്ചര്യത്തോടെ ഗുരു ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, നിനക്കെന്ത് പറ്റി? ഗുരു ചോദിച്ചു. ടാൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ. ഗുരു പറഞ്ഞത് മനസ്സിലായില്ലെന്ന വ്യാജേന ടാൻസൻ അതേ തെറ്റ് വീണ്ടും വരുത്തി. ആൻഡ് ഹി മേഡ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. എക്സാസ്പെറേറ്റഡ്, സാൻ ഹരിദാസ് took the tamburu from the Tansen's hand and sang the right note. തെറ്റ് വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ ദേഷ്യം പിടിച്ച പ്രകോപിതനായ സാൻ ഹരിദാസ് തൻ്റെ ശിഷ്യനായ ടാൻസൻ്റെ കയ്യിൽ നിന്നും ആ തമ്പുരിങ്ങനെ വാങ്ങി രാഗം ശരിയായി ഇങ്ങനെ ആലപിച്ചു കൊടുത്തു. Then he went on to the next and the next. അങ്ങനെ അദ്ദേഹം പിന്നീട് അടുത്ത രാഗത്തിലേക്കും ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ അദ്ദേഹം ഒരു രാഗത്തിൽ നിന്നും മറ്റൊരു രാഗത്തിലേക്ക് ഇങ്ങനെ കടന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. അദ്ദേഹത്തിൻ്റെ പാട്ട് പ്രഭാതത്തിലെ പ്രഥമ ശോഭ പോലെ, മുല്ലപ്പൂവിൻ്റെ ആ സൗരഭ്യം, മുല്ലപ്പൂവിൻ്റെ സൗന്ദര്യം പോലെ, അതിൻ്റെ സൗരഭ്യം പോലെ അദ്ദേഹത്തിൻ്റെ ആ സുന്ദരമായ സ്വരമാധുര്യം ആ വനത്തിലാകെ പരന്നു കിടന്നു. Both Akbar and Tansen listened to him
ആസ് ഇഫ് ദേ വേർ ഹിപ്നോട്ടിസ്ഡ്. അക്ബറും ടാൻസനും ആ ഒരു പാട്ടിലിങ്ങനെ ലയിച്ച് അവരൊരു മോഹ വലയത്തിൽ പെട്ടതുപോലെ മതിമറന്ന് ആ സംഗീതം ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. ആൻഡ് ദ എംപറർ റിയലൈസ്ഡ് ദാറ്റ് ടാൻസൻ ഹാഡ് സ്പോക്കൺ ദ ട്രൂത്ത്. ടാൻസൻ പറഞ്ഞത് സത്യമാണെന്ന് അക്ബറിന് ബോധ്യമായി. He had not known that music could be like this. സംഗീതം ഇത്ര ഹൃദയസ്പൃക്കാകുമെന്ന്, ഹൃദയഹാരിയാകുമെന്ന്, ഹൃദയത്തെ പിടിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. He had certainly never heard anything like it before. ഇതുപോലത്തതൊന്നും അദ്ദേഹം ഇതിനു മുമ്പും കേട്ടിരുന്നില്ല. അത്രയും സുന്ദരമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിങ്ങനെ അവിടെ നിറഞ്ഞൊഴുകുകയാണ്. അങ്ങനെ അവരവിടുന്ന് പോരുകയാണ്, തിരികെ പോരുകയാണ്. ആസ് ദേ വാക്ക്ഡ് ബാക്ക്, ദ എംപറർ സഡൻലി ബ്രോക്ക് ദ സൈലൻസ് ടു ആസ്ക് ടാൻസൻ, വൈ ക്യാൻ യു സിങ് ലൈക്ക് ഹിം ഉസ്താദ്ജി. അവരിങ്ങനെ തിരിച്ചു വരുമ്പം പെട്ടെന്ന് നിശബ്ദമായി ഇങ്ങനെ നടന്നു വരികയാണ്. പെട്ടെന്ന് ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ചക്രവർത്തി ടാൻസനോട് ചോദിച്ചു, ഉസ്താദ്ജി, വൈ ക്യാൻ യു സിങ് ലൈക്ക് ഹിം. താങ്കൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ പോലെ പാടിക്കൂടാ. ഇത് കേട്ടപ്പോൾ നമ്മളെ ടാൻസൻ സ്മൈൽഡ്. ടാൻസൻ ഇങ്ങനെ പുഞ്ചിരിച്ചു. ഷെഹിൻഷാ, മഹാരാജൻ, ഐ സിങ് അറ്റ് യുവർ കമൻഡ്, ദ കമൻഡ് ഓഫ് ദ എംപറർ. ഞാൻ അങ്ങയുടെ ആജ്ഞാനുസരണമാണ് പാടുന്നത്. അതായത് ഹിന്ദുസ്ഥാനിലെ ചക്രവർത്തിയുടെ ആജ്ഞാനുസരണമാണ് ഞാൻ പാടുന്നത്. ബട്ട് ഗുരുജി സിംഗ് ഫോർ വൺ ഹൂ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. എന്നാൽ രാജാക്കന്മാരുടെയും രാജാതിരാജന് വേണ്ടിയിട്ടാണ് ഗുരുജി സംഗീതമാലപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീതം, ഹിസ് മ്യൂസിക് സ്പ്രിങ് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിൻ്റെ സംഗീതം ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ, സ്വതന്ത്രമായിട്ട് ആരും ആവശ്യപ്പെടാതെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നതാണ്. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്. അത്രയും ഉദാത്തമായ ഉയർന്ന നിലയിലേക്കെത്താൻ എൻ്റെ സംഗീതത്തിന് എങ്ങനെ ആഗ്രഹിക്കാൻ കഴിയും, എങ്ങനെ അത്രയും ഉയർന്ന സ്ഥാനത്ത് എനിക്കെത്താൻ കഴിയും എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്, സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥത എത്രത്തോളമുണ്ടോ അത്രയും അതിന് പ്രതിഫലം കിട്ടും, അത്രയും ആ പ്രവർത്തനം ഉഷാറാകും. എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും നല്ല ആത്മാർത്ഥതയോടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രവർത്തനമാണെങ്കിൽ, ഓരോ പ്രവർത്തനത്തിനും ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മാനസികമായൊരു തയ്യാറെടുപ്പ് അത് എത്രത്തോളം ഉണ്ടോ അത്രയും ആ പ്രവർത്തനത്തിൻ്റെ വിജയമുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ പാട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ആ പാട്ടിന് അത്രയും സൗന്ദര്യമുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തനവും ആ രീതിയിലാവുക, ആ രൂപത്തിലാവുക. വലിയൊരു പാഠമാണ് ഈ ദ സോങ് ഓഫ് സോങ്സ് എന്ന പാഠത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്: pick out the expression that show that the musician was existed but not the effect of the music. മ്യൂസിഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? പാടി തളർന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ട്, അദ്ദേഹത്തിൻ്റെ തളർച്ച പാട്ടിനെ ബാധിച്ചിട്ടില്ല അല്ലേ? അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഈ പാഠത്തിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ്, I listen to you every day but I can't seem to have enough. What does the emperor mean by this? എന്താണ് ഇതുകൊണ്ട് രാജാവ് ഉദ്ദേശിച്ചത്? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: What quality of Tansen is revealed when he says there is someone who sing for better than I do?
എന്നേക്കാൾ നന്നായി ഉഷാറായി പാടുന്ന ഒരാളുണ്ട്. ഇത് പറഞ്ഞത് ടാൻസൻ്റെ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ പ്രകടമാകുന്നത്? നെക്സ്റ്റ്, ഐ എം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം ഷെയർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐ എം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം ഷെയർ. ഈ ഒരു കമൻ്റാണത്. വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ മാൻ ഫ്രം ദിസ് കമൻറ്റ്? എന്ത് ഇംപ്രഷനാണ് ഡു യു ഗെറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അബൌട്ട് ദ മാൻ, ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ഇംപ്രഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫ്രം ദിസ് കമൻറ്റ്, ഈ കമൻറ്റിൽ നിന്ന്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു വേർ ദ എംപറർ ഹൗ വുഡ് യു റിയാക്ട് ടു ദ കമൻറ്റ്? നിങ്ങളൊരു രാജാവാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കമൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? വാട്ട് വാസ് അക്ബർസ് റിയാക്ഷൻ ടു ഇറ്റ്? ഇതിനോട് അക്ബറിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഇനി അഞ്ചാമത്തെ ചോദ്യം, വൈ ഡിഡ് ടാൻസൻ ആസ്ക് അക്ബർ ടു കംസ് ആസ് ആൻ ഓർഡിനറി മാൻ? എന്തുകൊണ്ടാണ് അക്ബറിനോട് ഒരു സാധാരണ മനുഷ്യനായി വരാൻ പറഞ്ഞത്? കാരണം എഴുതാൻ വേണ്ടിയിട്ടാണ്. വൈ വാസ് ദ ഗുരു അമേസ്ഡ് വെൻ ടാൻസൻ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്? ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഗുരു ഇങ്ങനെ അത്ഭുതപ്പെട്ടത്? വൈ ഡിഡ് ടാൻസൻ മേക്ക് എ മിസ്റ്റേക്ക്? എന്തുകൊണ്ടാണ് ഒരു മിസ്റ്റേക്ക് വരുത്തിയത്? വാട്ട് ഇഫക്റ്റ് ഡിഡ് ദ സോങ് ഓഫ് സാൻ ഹരിദാസ് ഹാവ്? സാൻ ഹരിദാസിൻ്റെ പാട്ട് എന്തെല്ലാം ഇഫക്റ്റുകളാണ് ഉണ്ടാക്കിയത്? ഓൺ നാച്ചർ, പ്രകൃതിയിൽ. ഓൺ അക്ബർ ആൻഡ് ടാൻസൻ, അക്ബറിനും ടാൻസനിൽ എന്ത് മാറ്റങ്ങളാണ് പാട്ട് വരുത്തിയത്? എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്തത് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. 9, വൈ കുഡിൻ ടാൻസൻ റീച്ച് ദ ഹൈറ്റ്സ് ഓഫ് ഹിസ് ഗുരൂസ് മ്യൂസിക്? എന്തുകൊണ്ട് ടാൻസന് ഗുരുവിൻ്റെ ആ മ്യൂസിക്കിൻ്റെ അത്രയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്നില്ല? ഇനി ഐഡൻറ്റിഫൈ എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി ദാറ്റ് ഷോ ടാൻസൻസ് റെസ്പെക്ട് ടു ഹിസ് ഗുരു. ടാൻസൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിനോടുള്ള ബഹുമാനം കാണിക്കുന്ന എക്സ്പ്രഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ആക്ടിവിറ്റികൾ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്ത് വിട്ടു തരണം. ഇതിൽ ആക്ടിവിറ്റിയിൽ ഒന്നാമത്തെ ചോദ്യം, ഹിയർ ആർ എ ഫ്യൂ വേർഡ്സ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റെഫർ ടു എ ഗുഡ് ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അൺഫെമിലിയർ വേർഡ്സ് ഗിവൺ ഇൻ ദ ലിസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സുകൾ, അതിൽ അറിയാത്ത വേർഡ്സുകളുടെ അർത്ഥം നല്ലൊരു ഡിക്ഷണറി വെച്ച് കണ്ടെത്തി എഴുതുക. ഓക്കെ, പിന്നെ ഇതിൽ മറ്റൊരു കാര്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. കൺസിഡർ ദ ഫോളോവിങ് ട്രൈസ് വൈൽ യു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പം അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത് അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ ആ കഥയിലെ അപ്പിയറൻസിനെ കുറിച്ച് എഴുതുക. രണ്ടാമത്തത് ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ്, ശാരീരികമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടലും ഇഷ്ടപ്പെടാതിരിക്കലും. ഹൗ ദ ക്യാരക്ടർ ഫീൽ അബൌട്ട് ഹിം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണ്. പേഴ്സണാലിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയുടെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. ചേഞ്ച് ഇൻ പേഴ്സണാലിറ്റി ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, സ്റ്റോറി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ വന്ന മാറ്റങ്ങൾ. യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ, ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. ഇത്രയും 7 കാര്യങ്ങൾ, 7 പോയിൻറ്റ്സുകളാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പം ഉൾപ്പെടുത്തേണ്ടത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും
പഠിച്ചിരിക്കണം. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യം തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ലെറ്റ്സ് ട്രൈ ടു മേക്ക് എ സാമ്പിൾ ക്യാരക്ടർ സ്കെച്ച്. ലുക്ക് അറ്റ് ദ ഹിൻസ് ആൻഡ് ഡെവലപ്പ് ദം. രാമു ഈസ് എ 12-year-old ബോയ്. ഹീസ് ടോൾ ആൻഡ് ലേൺ. അപ്പിയറൻസ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ രാമുവിൻ്റെ പേഴ്സണൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, രാമുവിൻ്റെ ലൈക്സ്, ഡിസ്ലൈക്സ്, അതുപോലെ പേഴ്സണാലിറ്റി ഇൻ ദ ബിഗിനിങ്, ചേഞ്ച് ഇൻ പേഴ്സണാലിറ്റി, അതുപോലെ സ്വന്തം ഒപ്പീനിയൻ, മൈ ഒപ്പീനിയൻ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പിയറൻസ്, പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതുപോലെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, രാമു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, പേഴ്സണാലിറ്റി ഇൻ ദ ബിഗിനിങ്, അതുപോലെ ചേഞ്ച് ഇൻ പേഴ്സണാലിറ്റി, മൈ ഒപ്പീനിയൻ, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് You have read the story, The Song of Songs. What do you feel about the character of Tansen? Let's develop the hints given and make a brief character sketch of Tansen. അപ്പോൾ ഈ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് ടാൻസൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ ഈ ഹിൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഉഷാറായിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക. അതുപോലെ തന്നെ സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് സാൻ ഹരിദാസിൻ്റെ ക്യാരക്ടർ സ്കെച്ചും എഴുതാനുള്ള രണ്ട് ചോദ്യങ്ങളാണ് എഴുതാനുള്ളത്. അത് ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.